കേരളത്തിൽ ഏതൊക്കെ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമെന്നതിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ പശ്ചിമ ബംഗാളിൽ എല്ലാ സർക്കാർ ബസ്സുകളിലും ജൂൺ 1 മുതൽ, അതായത് അടുത്ത മാസം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. അതായത് വെറും ഒരു വാഗ്ദാനമല്ല ബി.ജെ.പി. സർക്കാർ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് തന്നെ പറഞ്ഞു. അത് അക്ഷരമൃതമായി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതൊരു ചരിത്ര വിജയം കൂടിയാണ് പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. പശ്ചിമ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത് രാജ്യത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന 8ാമത്തെ സംസ്ഥാനമാണ് ബംഗാൾ. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജൂൺ 1 ആരംഭിക്കുന്നത്. ബംഗാൾ ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനം പ്രകാരം പശ്ചിമ ബംഗാളിൽ സർവീസ് നടത്തുന്ന ഹിർസ്വ ദീർഘദൂര റൂട്ട് സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് അർഹതയുണ്ടായിരിക്കും. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി QR കോഡ്, ഫോട്ടോ, ഗുണഭോക്തൃ വിശദാംശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ സ്മാർട്ട് കാർഡ് സർക്കാർ പുറത്തിറക്കും. ബന്ധപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കോ സബ് ഡിവിഷണൽ ഓഫീസർക്കോ ഓഫീസുകൾ വഴി സ്ത്രീകൾക്ക് കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം. ഈ കാർഡ് ഉള്ളവർക്കാകും സൗജന്യ യാത്ര ലഭ്യമാക്കുക. സ്മാർട്ട് കാർഡുകളുടെ വിതരണം വൈകാൻ സാധ്യത ഉള്ളതിനാൽ പദ്ധതി ഉടൻ ആരംഭിക്കുന്നതിന് വേണ്ടി ഫോട്ടോയോടുകൂടിയ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ജൂൺ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. കൂടാതെ സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ QR കോഡ് അടങ്ങിയ സ്മാർട്ട് കാർഡ് പുറത്തിറക്കും. ഗുണഭോക്താവിന്റെ ഫോട്ടോയും പേരും സ്മാർട്ട് കാർഡിൽ ഉണ്ടായിരിക്കണം. ഇതിനായി സംസ്ഥാനത്തെ സ്ത്രീകൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കോ സബ് ഡിവിഷണൽ ഓഫീസർക്കോ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോയും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം. യാത്രക്കാരായ സ്ത്രീകൾ തിരിച്ചറിയൽ രേഖ കാണിക്കുന്ന മുറയ്ക്ക് ഡ്യൂട്ടിയിലുള്ള കണ്ടക്ടർ 0 വാല്യൂ ടിക്കറ്റ് അല്ലെങ്കിൽ തെർമൽ പേപ്പർ ടിക്കറ്റ് നൽകുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര. സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി ജൂൺ 1 മുതൽ എല്ലാ സർക്കാർ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അറിയിച്ചത്. കേരളത്തിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ ആകുമെന്ന്, എങ്ങനെയായിരിക്കുമെന്നോ എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പദ്ധതി നടപ്പിലാക്കിയാൽ കെ.എസ്.ആർ.ടി.സിക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഏതൊക്കെ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾക്ക്, അതായത് ഏതൊക്കെ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമെന്നതിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് പശ്ചിമ ബംഗാളിൽ എല്ലാ സർക്കാർ ബസ്സുകളിലും ജൂൺ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് വെറുമൊരു വാഗ്ദാനമല്ല എന്നതാണ്. ഇതൊരു ചരിത്ര വിജയം കൂടിയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് കേരളത്തിൽ ഏതൊക്കെ ബസ്സുകൾ, അതായത് മുഴുവൻ ബസ്സുകൾ, ഓർഡിനറി ഉണ്ട്, ഡീലക്സ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, ഇതിലൊക്കെ ബസ്സുകളിൽ, എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര കൊടുക്കണോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാകുമെന്ന് അക്കമിട്ട് നിർത്തിക്കൊണ്ട് കെ.എസ്.ആർ.ടി.സിയുടെ മാനേജ്മെന്റ് തന്നെ ഗതാഗത മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്, മുഖ്യമന്ത്രിക്കും ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനിയൊരു പിങ്ക് ബസ് ഇറക്കുക, അതുവഴി മാത്രമല്ലെങ്കിൽ 1-2 ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി നടത്താനാണോ ആലോചിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. എന്തായാലും ജൂൺ 15 തീയതിയാണ് സ്ത്രീകൾക്ക് കേരളത്തിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം അറിയാൻ സാധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.